ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ലേസി കാറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു ട്രേ എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഒരു ചോക്ലേറ്റ് പൗണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ലെയറല്ല 2 ലെയർ ഈ ഒരു കേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡബിൾ ചോക്ലേറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ചോക്ലേറ്റ് മിൽക്ക് നമ്മൾ ഈ കേക്കിൽ എല്ലാ കേക്കിലും ആവുന്ന രീതിക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് ടൈം ഇതൊന്ന് സെറ്റാവാൻ വെക്കണം. അതായത് ആ കേക്കിൽ ഈ ഒരു മിൽക്ക് അബ്സോർബ് ആവണ ഒരു ടൈം വേണം. ആ ടൈം കൊണ്ട് നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീം ഉള്ളവർ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സാഷേ വരുന്നുണ്ട് ഒരു പാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഈ 2ഉം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വിപ്പിംഗ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് പാലും ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു 2 സാഷേ വിപ്പിംഗ് പൗഡറിന് 1/2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മൂടി വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഇവിടെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടാവും. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല തിക്കാവണമെന്നില്ല കേട്ടോ, ചെറിയൊരു രീതിയിലൊരു തിക്നെസ് വന്നാൽ മതി. അപ്പോൾ ഇതേ കുറച്ച് ടൈം ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പം നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ കണ്ടില്ലേ നമ്മളെ കേക്കിൽ ആ ഒരു ചോക്ലേറ്റ് മിൽക്കൊക്കെ നന്നായി അബ്സോർബ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മളുടെ ഈ ഒരു ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഒക്കെ കൂടിയിട്ടുള്ള ലെയറാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ലെയറിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഈ ക്രീം തന്നെ നമുക്ക് അടുത്ത 2 ലെയേഴ്സിനും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടും സ്പ്രെഡ് ആവാൻ ആവശ്യമുള്ളത് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ന്യൂട്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ന്യൂട്ടല്ലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തു. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നത്. നല്ലൊരു ചോക്ലേറ്റി കളർ കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പം നല്ലൊരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ അടുത്ത ലെയറിൽ ഒഴിക്കാനുള്ളതും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആ ട്രേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ ചോക്ലേറ്റ് ലെയർ സെറ്റാക്കാം. നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്തിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ക്രീം ലെയർ നമ്മൾ ഇട്ടതിന് ശേഷം അപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ചോക്ലേറ്റ് ലെയറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ 2ഉം കൂടി മിക്സ് ആവും. അങ്ങനെ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ പിന്നെയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡ്സിലേക്കും അത് കറക്റ്റായിട്ട് സ്പ്രെഡായി കിട്ടും. ഇനി നമുക്ക് എഗെയിൻ ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഈ ഒരു കേക്ക് സെർവ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഫൈനൽ ലെയർ സെറ്റ് ചെയ്യുക.
കാരണം നമ്മൾ ചോക്കോ ബോൾസ് യൂസ് ചെയ്തിട്ടാണ് ഫൈനൽ ലെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സെർവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ ലെയർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ബോൾസ് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലെയറായിട്ട് സെറ്റായിരിക്കുന്ന ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചോക്കോ ബോൾ ലെയറും കൂടി ഇട്ട് കൊടുക്കാം. ഈ ലെയറും കൂടി വന്നു കഴിഞ്ഞാലാണ് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ചോക്കോ ബോൾസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ലേസി ക്യാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ പേര് പോലെ തന്നെ ലേസി എന്ന് പറയുന്നത് നമ്മളെല്ലാം വാങ്ങിച്ച ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അധികം പണിയൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി ഈദൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ ഈദിന് എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു ട്രെൻഡിങ് റെസിപ്പി ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുറിച്ചിട്ട് ഇത് ട്രൈ ആക്കി ഇതിൻ്റെ ഒപ്പീനിയൻ ഇതെങ്ങനെയുണ്ട്, ട്രെൻഡിങ് ആയതിനനുസരിച്ചിട്ട് ഇത് കഴിക്കാനും അടിപൊളിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മളൊരു വലിയ പീസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴത്തെ കേക്കും പിന്നെ ആ ഒരു വൈറ്റ് കളറും പിന്നെ ചോക്ലേറ്റി കളറൊക്കെ. കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മുകളിലത്തെ ചോക്കോ ബോൾസിൻ്റെ ക്രിസ്പിനെസ്സും പിന്നെ ആ ഒരു ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ലെയറിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും പിന്നെ അടിപൊളിയായിട്ടുള്ള ആ കേക്കും എല്ലാം അടിപൊളി 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 സാധനങ്ങളായ കാരണം ഒക്കെ കൂടി വന്നപ്പം നല്ല കിഡിലൻ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.